ആ കണ്ണാടി പ്രോജക്റ്റാണ് അതിൻ്റെ പേര്. അപ്പച്ചൻ്റെ പേരെന്നാ? അപ്പച്ചൻ്റെ പേരെന്നാ? ഇടുമ്പച്ചൻ. ഇടുമ്പച്ചൻ. ഇടുമ്പച്ചൻ അത് ബ്രിട്ടീഷ് പാലമല്ല. അല്ലല്ലേ? കണ്ണാടി പ്രോജക്റ്റ്. കണ്ണാടി പ്രൊജക്റ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആണല്ലേ? സോ ഞാൻ ഇപ്പോൾ എവിടെയാണെന്നല്ലേ, പാലക്കാട് സൈഡിലാണ് ഉള്ളത്. എവിടേക്കാണെന്ന് അറിയത്തില്ല. വൈകുന്നേരം ഒരു കുഞ്ഞ് റൈഡിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ ആയില്ലേ, ഒറ്റയ്ക്കേ ഉള്ളൂ. നമ്മുടെ ഏഞ്ചൽ ഇവിടെയുണ്ട്. എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ടൊരു ഐഡിയ ഇല്ല. കൊല്ലങ്കോട് സൈഡ് അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം. അറിയത്തില്ല, എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അതിന് മുന്നേ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ സൺസെറ്റ്, ഒരു അടിപൊളി സൺസെറ്റ് എവിടെയെങ്കിലും വെച്ചിട്ട്. ഇതൊക്കെയാണ് ആസ് ഓഫ് നൗ കറണ്ട് പ്ലാൻ. വേറെ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും പോകുന്ന വഴി വിശേഷങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് പോവും. അപ്പോൾ ഏഞ്ചൽ സെറ്റാണ്. പോയാലോ, ഒരു രക്ഷയില്ലാത്ത ചൂടാട്ടോ, നല്ല വെയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല. വൈകുന്നേരത്തെ ആ ഒരു സൺസെറ്റ്, ആ ഒരു ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. ക്രോസ് വിൻസ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ക്രോസ് വിൻസ് അടിക്കുന്നുണ്ട്. കാരണം ബൈക്ക് കണ്ടം വഴിക്കൊക്കെയാണ് പോകുന്നത്. കൺട്രോൾ കിട്ടുന്നില്ല ചില സമയത്ത്. പിന്നെ ഇപ്പോൾ ബൈക്കിൽ ബാഗും ലഗേജും ഒക്കെ ഉള്ളത് കാരണം അത്യാവശ്യം സ്റ്റേബിളാണ്. പക്ഷെ നല്ല രീതിയിൽ ക്രോസ് വിൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ തുരങ്കം നേരത്തെ വൺ വേ ആയിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡും അതിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ അതിലെ റോഡുണ്ട്, അതിലേ പോകേണ്ടവർക്ക് അതിലേ പോവാം. രണ്ട് ടണൽ ഓപ്പൺ ആയിട്ടില്ല, സിംഗിൾ ടണലിൽ കൂടിയാണ് അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് ഇപ്പോൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ റഷ് ഉണ്ട്. ഇതൊരു സംഭവം തന്നെയല്ലേ, എത്ര നാളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നൊരു സംഭവം. അങ്ങനെ നമ്മുടെ കുതിരാനില്ല. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കുതിരാൻ തുരങ്കം കയറാം കേട്ടോ. നിറച്ച് പൊടിയുണ്ട് ഇതിനകത്ത്. ആ പൊടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പുറത്തെ സൈഡും കൂടി ഓപ്പൺ ആയണ്ടല്ലോ, വെറുതെ കളറാവും സംഭവം. എന്തായാലും തുരങ്കത്തിൽ കൂടി കണ്ടോ, അത്യാവശ്യം നല്ല തിരക്കായി. കാരണം വൺ സൈഡല്ലേ ഓപ്പൺ ഉള്ളൂ. അങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തിയിട്ടാ പെട്ടെന്ന് പാസ് ചെയ്തു. ഓ, ഇതിപ്പോൾ കാശ്മീരായിരുന്നെങ്കിൽ അടൽ ടണലിൻ്റെ അപ്പുറത്ത് നോർമലായിരിക്കും. ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് സ്നോ ആയിരിക്കും ഈ ഒരു സമയത്ത്. ആ ഒരു വിഷ്വൽ എടുക്കാനായിട്ട് ഇനി അധികം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഹൈവേയിൽ കയറി ഇനി വലിയ കാഴ്ചയൊന്നുമില്ല. ഇനിയിപ്പോൾ നല്ല അടിപൊളി കാഴ്ചയൊക്കെ എന്തായാലും ഉള്ളിലേക്ക് കയറുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ വലിയ സംഭവമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഹൈവേയും കുറേ വണ്ടികൾ മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് ഗ്രാമങ്ങളിലേക്ക് കയറാം. ഇവിടെ അടുത്ത് നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് വീട്ടിൽ കയറാനുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം അടുത്ത ബാക്കി സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട്. അപ്പോഴത്തേക്കും ഈ വെയിലൊക്കെ ഒന്ന് സെറ്റായി നല്ല കുറേ വിഷ്വലൊക്കെ കിട്ടും. അപ്പോൾ കാണാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈകുന്നേരത്തെ ലൈറ്റും അങ്ങ് ദൂരതയും മല ഇങ്ങനെ കാണാൻ പറ്റും. മലയുടെ മേളിൽ കാർമേഘം നിൽക്കുന്ന നോക്കി. കാർമേഘമാണോ സാധാ മേഘമാണോ? എന്താണേലും ഇങ്ങനെ മേഘം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സൈഡിൽ പാടം, ഹൈവേ, ഏഞ്ചൽ. വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ്ലി ഓണാവും. ഉച്ചയ്ക്കത്തെ ആ വെയിലും ചൂട് മാത്രമേ പ്രശ്നമുള്ളൂ. അത് കഴിഞ്ഞാലും പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് ലൈറ്റ് ഉണ്ടാവില്ലെന്ന് അറിയത്തില്ല. എന്നാലും ഇത് കണ്ടോ, കംപ്ലീറ്റ് കുറേ കൊക്കോ പ്രാവോ എന്ത് സംഭവം. ആ മരം നിറച്ച് കുറേ കൊക്ക്. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് പോകാതെ. ഈ ടാങ്ക് ബാഗ് ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം കേട്ടോ. പക്ഷേ അത് എക്സ്പൾസ് ഓടിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം പെട്ടെന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ക്യാമറ എടുത്ത് സെറ്റാകാൻ പറ്റും. ഈ വണ്ടിയിൽ ടാങ്ക് ബാഗ് നമുക്ക് വെക്കാൻ പറ്റില്ല, മെറ്റൽ ടാങ്ക് അല്ലാത്ത കാരണം ഇച്ചിരി സീനാണ്.
അപ്പോൾ നമ്മുടെ ബാക്ക് പാക്കിൽ നിന്ന് എടുത്ത് വെക്കാനും തിരിച്ചെടുത്ത് വെക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ചടങ്ങാണ്. ഒരുപാട് സമയം പോകും, ഒരുപാട് നല്ല ഫ്രെയിംസ് മിസ്സാവുന്നുണ്ട്. പ്ലാനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ കവയിലേക്ക് പോകുന്നതായിരുന്നു ആദ്യത്തെ പ്ലാൻ. 3-4 പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് കണ്ണാടി അക്വഡക്റ്റ് ഉണ്ട്. ഒരു അത്യാവശ്യം കുറേ ഫിലിമിലൊക്കെ എന്താ പറയുക ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും അതിപ്പോൾ അടുത്ത ഇവിടെ നിന്നൊരു ഏകദേശം 5 കിലോമീറ്റർ താഴെ ഉള്ളൂ. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അടുത്താണ്. ഈ ഒരു ലൈറ്റിൽ അത് കിട്ടുകയും ചെയ്യും. കവയ്ക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 10-25 കിലോമീറ്റർ ഓടാനുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്കും മിക്കവാറും ലൈറ്റ് എല്ലാം പോകും. അതിൻ്റെ അടുത്തായിട്ട് കുറേ പാടവും ഇങ്ങനെ തിങ്ങി നിറങ്ങി നിൽക്കുന്ന മരങ്ങളൊക്കെ ഉണ്ട്. 2 സൈഡിലായിട്ട് ഇങ്ങനെ മരങ്ങൾ നിൽക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. ഇതിന് മുന്നേ ഞാനവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ സൺഡേ ആയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല എവിടെയെങ്കിലും പോകാനായിട്ട്. അടിപൊളിയാട്ടോ. വൈകുന്നേരത്തെ സൺസെറ്റ് അവിടെ വേറെ ലെവലാണ്. പോയി നോക്കാം. പാലക്കാട് എന്തോരം സ്ഥലങ്ങളല്ലേ, ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ദേ ഇവിടെ നിന്ന് റൈറ്റ് തിരിയാനുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഇതിലേ തന്നെയാണ് വന്നത്. ഇവിടെ ഒരു വലിയ ആൽമരവും സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പാലമുണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ വെച്ച് പറയുന്നത്. അതെ, ഈ റൈറ്റ് തിരിഞ്ഞ് നമുക്ക് നമ്മുടെ പാലത്തിൻ്റെ അങ്ങോട്ട് പോവാം. യെസ്, ഇത് തന്നെയാണ് റൂട്ട്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര ഭംഗിയുള്ള റൂട്ടായത്. എന്താ പറയുക, വൈകുന്നേരത്തെ ആ സൺസെറ്റിൻ്റെ ടൈമിൽ ഇതിലെ ഒരു റൈഡ് കിടുവാണ്. കണ്ടില്ലേ ആ ഒരു ലൈറ്റ് റേസും കാര്യങ്ങളൊക്കെ. ഇവിടെ അടുത്ത് തന്നെയാണ് അക്വഡക്റ്റ്. അത് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. കാറിനൊക്കെ വരുവാണെങ്കിൽ ഇത് ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോകണം. ഇപ്പം ഞാൻ എന്തായാലും ഇവിടെ നിർത്തുന്നില്ല. ഞാൻ ഇവിടെയാണ് ആ അക്വഡക്റ്റ് വരുന്നത്. കാറൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കാറ് പോകത്തില്ല എന്ന് വിചാരിച്ച്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അക്വഡക്റ്റ്. വൈകുന്നേരത്തെ സൺസെറ്റും അക്വഡക്റ്റും എല്ലാം കൂടെ വേറെ ലെവലായിട്ടുണ്ട്. ഒരു വീഡിയോ എടുത്തിട്ട് പോവാം അല്ലേ. ഏകനായി തേടുമീ നമ്മിലെ പ്രാണനെ ലോകമേ അറിയൂ നീ എന്നിലെ നേരിനെ. ഓരോരോ മണ്ണിലെ മോഹം, ഏതേതോ വിണ്ണിലെ താരം, കണ്ണീരണിഞ്ഞാ നീയും വരാത്തേ. ആരാരോ പാറുന്നു ദൂരെ ആലോലം
അയ്യോ രക്ഷയില്ല, നല്ല തിരക്കാട്ടോ. ഇവിടെ നിന്ന് മെല്ലെ ഇറങ്ങുക. ഇവിടെ നൈസായിട്ടൊരു സ്പോട്ടുണ്ട്, അതായത് നമുക്ക് വണ്ടി വെച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മുടെ ടെലി ഇന്ന് കയ്യിലുണ്ട്, അപ്പോൾ ടെലിയിൽ വെച്ചിട്ട് നല്ല 2 ഫോട്ടോ എടുക്കാം. അന്ന് വന്നപ്പോൾ 50mm മാത്രമേ ഉണ്ടായുള്ളൂ, അപ്പോൾ 1-2 നല്ല ഫ്രെയിം മിസ്സായി. കുറച്ച് ഓഫ് റോഡാണ് ഈവൻ്റോ, അടിപൊളി. ഈ വഴി എനിക്ക് ഭയങ്കര 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 ഇഷ്ടമാണ്. പ്രത്യേക ഭംഗിയല്ലേ. കഴുതയിൽ ടെലി തൂങ്ങിക്കിടക്കുക, നല്ല വെയിറ്റ് ഉണ്ട്. നല്ല കുറേ രസമുള്ള ഫ്രെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഏഞ്ചലിനതേ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഫ്രെയിമിൽ നിർത്തിയിട്ട് ഞാൻ 2 ഫോട്ടോ എടുക്കാൻ പോകട്ടോ. എൻ്റെ ഒരു ഡ്രീം ഫ്രെയിമാണ് ഇങ്ങനെ, എന്താ പറയുക, കുറേ മരങ്ങൾക്ക് നടുവിലൊരു റോഡും. എന്നാലും നീ മറഞ്ഞല്ലോ, എൻ കണ്ണീരിൽ പിറന്നല്ലോ, എങ്ങെല്ലാമേൻ തിരഞ്ഞല്ലോ, നീ എങ്ങോ പോയെന്താവോ വെണ്ണിലാവത്ത് ഏതേതോ പൊൻകിനാവത്ത് എന്നെഞ്ചത്തൊന്നണഞ്ഞാൻ മൺചിരാതാഴി തെളിഞ്ഞാനോ എന്താവോ 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 എൻ പാട്ടിൽ. സോ ഇവിടെ നിന്ന് അങ്ങനെ മെല്ലെ ഇറങ്ങും കേട്ടോ. ലൈറ്റ് പോയി തുടങ്ങി, കുറച്ച് ലേറ്റായിപ്പോൾ എത്താനായിട്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് കറക്റ്റ് ടൈമിന് എത്തിയത്. പക്ഷേ കുറച്ച് വിഷ്വൽസ് കുറഞ്ഞു പോയി. എന്തായാലും കുഴപ്പമില്ല. എന്തായാലും കവയിൽ പോകുന്നതിനേക്കാളും ഭേദമായി. കാരണം കവയിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടില്ലായിരുന്നു. ഈ കണ്ണാടി പാലത്തിലേക്ക് വരാനുണ്ടല്ലോ, ഈ നമ്മുടെ ഹൈവേയിൽ നിന്ന് വരുന്നവർക്ക് എളുപ്പമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ണാടി എന്ന് പറഞ്ഞാൽ ആ ഒരു സിഗ്നൽ വരും, ആ സിഗ്നലിൽ നിന്ന് നേരെ പോവുക. അതായത് നമ്മുടെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഓവർബ്രിഡ്ജ് വരും, അവിടെ നിന്ന് നേരെ ഒരു റൈറ്റ് കട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ കണ്ണാടി അക്യുഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കി വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഏരിയ. വേണ്ട സീന, റിസ്ക് എടുക്കണ്ട. ഭയങ്കര ഭംഗിയുള്ളൊരു ഏരിയ, രക്ഷയില്ല. ഞാൻ മുന്നേ വന്നിട്ട് അവിടെ കുറേ നേരം നിന്ന് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് അവിടെ ഒരു ഗ്രാമമുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഒരുപാട് സമയം ഞാനവിടെ നിന്ന് എന്താ പറയുക കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ കാറിന് വരുന്നവരാണെങ്കിൽ കാറ് പാലത്തിൽ കൂടി കയറി വരും, പക്ഷേ കാറ് ഇവിടെ ഇടേണ്ടി വരും, അപ്പുറത്തും ഇപ്പുറത്തും ഇടേണ്ടി വരും. പാലത്തിൽ നിർത്താനൊന്നും പറ്റത്തില്ല, ഒട്ടും ഗ്യാപ്പില്ല. അതാണ് മെയിൻ സംഭവം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. ലൈറ്റ് പോയി, എന്നാലും നമ്മുടെ ക്യാമിൽ അത്യാവശ്യം ലോ ലൈറ്റ് പെർഫോമൻസ് ഉള്ളത് കാരണം കുഴപ്പമില്ല. കണ്ട ഈ റൈറ്റിലെ റോഡ്, ഈ റോഡാണ് അന്ന് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തത്. എന്താ അല്ലേ, അടിപൊളിയല്ലേ. പാലക്കാട് വേറെ ലെവലാണ് മോനെ. കണ്ണീരാണിഞ്ഞാനിയും വരാത്തേ ആരാരോ പാറുന്നു ദൂരെ, ആലോലം പായുന്നു നീളെ, എന്തെന്തേ എന്നെ കണ്ടില്ല നീ ഒരേ ദിനവുമാ ഒരേ അങ്ങനത്തെ സൂര്യനൊക്കെ പോയത് ചന്ദ്രൻ വന്നിട്ടാ. ഞാനിവിടെ പാടത്തിൻ്റെ സൈഡിൽ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ക്യാമറയൊക്കെ തിരിച്ച് ബാഗിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. നമ്മുടെ ടെലി ലെൻസ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടെലി രക്ഷയില്ല, ഒട്ടുക്കത്തെ വെയിറ്റാണ്.
അപ്പോൾ ആ വെയിറ്റും ഈ വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കര പാടാണ്. അപ്പോൾ ദേ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ വന്ന വഴി തന്നെ തിരിച്ച് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ അക്യുഡക്റ്റ് ഒന്നുകൂടി കാണാം. ലൈറ്റ് പോയിട്ടുണ്ടാവും, അവിടെ കാണാൻ പറ്റുമോ? ലൈറ്റ് പോയി, കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇപ്പോഴും ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ആരും പോയിട്ടില്ല. എല്ലാവരും ഈ അക്യുഡക്റ്റിൻ്റെ അവിടെ തന്നെ ഉണ്ട്. ഒന്നും കാണാൻ പറ്റത്തില്ല, സന്തോഷമായി. ഫുള്ള് ലൈറ്റൊക്കെ പോയി, സൺസെറ്റായി, ഇങ്ങനെ ചുമന്ന് കിടക്കും ആകാശമൊക്കെ. കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കണ്ടോ എന്ത് രസമല്ലേ ആ റെഡ് കളർ ഇങ്ങനെ നമ്മുടെ അതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്തൊരു ഭംഗിയല്ലേ. അതിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റ് കാണുന്നുണ്ട്, ഫ്ലാറ്റോ ബിൽഡിങ്ങോ. അത് ഇല്ല എങ്കിൽ ഒന്നും കൂടി ഭംഗിയായതിനല്ലേ. എനിക്കൊരു ആഗ്രഹം കേട്ടോ, ആഗ്രഹം എന്നല്ല, എൻ്റെ ഒരു ഇഷ്ടം. അതായത് നമ്മളിപ്പോൾ വലിയ മലയുടെ മേളിലൊക്കെ കയറി വന്നിട്ട് നമ്മളൊരു വ്യൂ കാണത്തില്ലേ, ആ വ്യൂ കാണുന്ന സമയത്ത് സിറ്റി ലൈറ്റ്സ് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്കത് ഇഷ്ടമല്ല. സിറ്റി ലൈറ്റ്സ് കാണാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അതിന് പകരം ഫുള്ള് കാടും വലിയൊരു വാലിയൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കില്ലേ. അപ്പോൾ അതിനകത്ത് ഈ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ടാണല്ലോ നമ്മൾ കാട്ടിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ വീണ്ടും മേലെ കയറിയിട്ട് സിറ്റിയൊക്കെ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ അത് ആക്യുഡക്റ്റൊക്കെ പാസ് ചെയ്തിട്ടോ. അപ്പോൾ അതിൻ്റെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് പാലം എന്നാണ് പറയുന്നത്, പക്ഷേ അത് ബ്രിട്ടീഷ് പാലമല്ല ശരിക്കും. അത് ഇവിടുത്തെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അത് വേറെ ഇതാണ് പറയുന്നത്. ഇതിന് വേറൊരു കഥയും കൂടി ഉണ്ട്. അപ്പോൾ ആ കഥയുടെ സംഭവവും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഞാൻ ശരിക്കും മറന്നുപോയി. അപ്പോൾ അത് പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പറയണമല്ലോ, വെറുതെ എന്തെങ്കിലുമൊക്കെ വായിൽ വരുന്ന വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിനെപ്പറ്റിയുള്ള ഇതൊക്കെ ഇടാം. പറയാം, ഒരു ഈവ് റൈഡിനൊക്കെ പറ്റിയൊരു സ്ഥലം, വന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്ത് പോകാനായിട്ട്. വീക്കെൻഡ്സ് ഞാൻ അറിയാണ്ട് വന്നു പോയതാട്ടോ, ഞാൻ വേറെ വഴിയില്ല. വീക്കെൻഡിൽ ഞാൻ വരാറില്ല ഇതുപോലുള്ള സ്ഥലങ്ങളിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രൗഡായിരിക്കും. വായിൽ പ്രാണി പോയിട്ടോ, നിറച്ച് പ്രാണിയുണ്ട്. തിരിച്ചു പോകുമ്പോഴത്തേക്കും അതൊന്ന് നോട്ട് ചെയ്തോ, ബൈക്കിൽ വരുന്നവരാണെങ്കിൽ നിറച്ച് പ്രാണിയുണ്ട് കേട്ടോ. അത് പാടമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതാണ്. അപ്പോൾ അതേ നമ്മുടെ മെയിൻ റോഡ് എത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തൊരു എബൌട്ട് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ നമ്മുടെ ഹൈവേയിലേക്ക്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ കഴിയുക കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. കുറച്ച് സമയം ഉണ്ടായാലും നമുക്ക് സൺസെറ്റ്. അപ്പോൾ ആ ടൈം കറക്റ്റായിട്ട് നമ്മുടെ കണ്ണാടി പാലം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിഡ്ജ്, പല പേരുണ്ട് കേട്ടോ, നമ്മുടെ കണ്ണാടി അക്യുഡക്റ്റ്. അപ്പോൾ അവിടെ വെച്ചു അങ്ങോട്ട് പോയി. കവയിലേക്ക് പോകാനായിട്ടായിരുന്നു പ്ലാൻ, പക്ഷേ കവയിലേക്ക് പോകാനായിട്ട് എത്തത്തില്ലായിരുന്നു. നമ്മൾ വെറുതെ ആയിപ്പോവും. അവിടെ വരെ ഓടിച്ചെത്തുമ്പോഴത്തേക്കും ലൈറ്റ് പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. എന്താ പറയുക, ഇതിപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് വെച്ചെങ്കിൽ ഈ ഒരു സാധാരണ ദിവസം പോലെ ചുമ്മാ മടി പിടിച്ച് അങ്ങ് കളയും, വേറെ ഒന്നുമില്ല. ഇതിപ്പോൾ നോക്കിയാൽ വിത്ത് ലോഡ് ഓഫ് മെമ്മറീസ് ബാക്ക് ടു ഹോം. അത് മാത്രമല്ല ഫ്രണ്ടിനെ കാണാൻ പറ്റി, രോഹി. അപ്പോൾ അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യും കേട്ടോ. കട്ടൻ ചായ പിടിച്ചു, അമ്മേനെ കണ്ടു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളുടനെ അതിന് അടുത്തൊരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ അതിനി ഉടനെ ഓണാവും. പിന്നെയും അടിപൊളി ട്രിപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ, അടിപൊളി നല്ല 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 യാത്രകൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറൊന്നും പറയാനില്ല. ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. അടുത്തൊരു അടിപൊളി യാത്രയും കഥയൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ.